കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണുനീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖവൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സിലും നിൻമുഖവൻ ഹൃദയത്തിലാനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിലെ ഒരു വലിയ ഒരു ആധ്യാത്മിക അനുഭവമാണ്. ഒരു വിഷയത്തിന് സ്വാഭാവികമായിട്ട് വരുന്ന പൊള്ളൽ ഏൽക്കാതെ നമുക്കതിനെങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ബൈബിൾ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. ഒരിക്കലേ എനിക്കതിനെക്കുറിച്ചൊരു 10-20 കൊല്ലം മുമ്പ് തന്നെ ഈ നോട്ട് കിട്ടിയതാണ്. അതായത് മനുഷ്യനെ ആവസിക്കുന്ന അതീവ ഉത്കണ്ഠാകരമായ വിഷയത്തിൻ്റെ മേലെ അവൻ്റെ മെയ്യിട്ട് കൊള്ളാതെ ദൈവം പൊതിയപ്പെടുന്ന ഒരു ശാരീരിക ദൈവാനുഭവമുണ്ട്. ഒരിക്കലേ എൻ്റെ ഒരു പ്രാർത്ഥനാ സുഹൃത്ത് ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള നല്ല അനുഭവങ്ങളൊന്നാണത്. ഒരിക്കൽ അദ്ദേഹത്തിന് CBI റെയ്ഡുണ്ടായി. അദ്ദേഹം ഒരു വ്യവസായി ആയത് കാരണം, വ്യാപാരി ആയത് കാരണം CBI റെയ്ഡുണ്ടായി. റെയ്ഡ് പലതരത്തിലുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ തന്നെ വിജിലൻസിൻ്റെ റെയ്ഡുണ്ടായി.
ക്രൈംബ്രാഞ്ച് ഉണ്ടായി. കാര്യം പുള്ളിയുടെ ശത്രുക്കൾ പുള്ളിയെ ബിസിനസ്സിൽ നിന്ന് കളയാൻ വേണ്ടി ചെയ്യണ ഒത്തിരി ഹൈക്കോടതി കുറേ കേസ്. ഒരു മനുഷ്യൻ, ഞാൻ ഈ സമയത്ത് ഓർക്കി, ഒരു മനുഷ്യന് എങ്ങനെ ഇത്രയും പ്രശ്നങ്ങളെ ഹാർട്ട് അറ്റാക്ക് ഇല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന്. കാര്യം ഒരു കേസല്ലേ. അതായത് വിജിലൻസിൻ്റെ കേസുണ്ട്, ക്രൈംബ്രാഞ്ചിൻ്റെ കൊണ്ട് കൂടെ CBI. അതായത് ഈ മനുഷ്യൻ്റെ പിന്നിലാണ് എപ്പോഴും പോലീസ്. ഒരു ദിവസം അദ്ദേഹം എന്നെ രാത്രി വിളിച്ചു. ഞാൻ എപ്പോഴും അത് ഓർക്കും. അങ്ങനെയാണ് ഞാൻ ഈ അഭിഷേകം പഠിച്ചെടുത്തത്. അഭിഷേകം അതായത് അദ്ദേഹം രാത്രി എന്നെ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, അച്ഛാ വളരെ ഞാൻ ഇപ്പം സംസാരിക്കും, അതിനുശേഷം ഞാൻ ഈ സിം ഒടിച്ച് കളയുമെന്ന് പറഞ്ഞു. കാര്യം എന്താ, എന്നെ പോലീസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. കാര്യം അകത്തായാൽ പിന്നെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അകത്തായത് തന്നെ അത്രയും തന്ത്രപരമായിട്ടാണ് നിൽക്കുന്നത്. അകത്ത് പോകരുത്, പോകുമെന്ന് പുള്ളിക്ക് ഉറപ്പായി. കാര്യം പുള്ളി 14ാമത്തെ നിലയിൽ നിൽക്കുകയാണ്, പോലീസ് താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല. ദൈവത്തിൻ്റെ എന്തോ അനുഗ്രഹമാണ്. പക്ഷേ ഇയാൾ എവിടെയോ ഈ പ്രദേശങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ വേറെ ലൊക്കേറ്റ് ഒന്നും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് പക്ഷേ പുള്ളിക്കറിയാം പിടുത്തത്തിലായി പോയെന്നറിയാം. എന്നോട് പറയും, നാളെ എന്നെ അച്ഛൻ ഈ കോള് കിട്ടില്ലെങ്കിൽ ഞാൻ അകത്തായെന്ന് വിചാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ പരവേശം കൊള്ളിക്കണം, വിഷമിച്ചിട്ട് സങ്കടപ്പെട്ട്. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അത്രയും ആ മനുഷ്യൻ വേദനിക്കണേ കാണുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഒന്നും ചെയ്യാനില്ല. കാര്യം മറ്റൊരു സിറ്റിയിൽ എനിക്കാണെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല. കാര്യം എൻ്റെ സംസാരം പിടിച്ചെടുത്താൽ പോലീസ് അപ്പം തന്നെ ഇയാൾ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് സംസാരിക്കാനും പറ്റണില്ല. അപ്പം ഞാൻ ഉടനെ അദ്ദേഹത്തോട് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ അവളെ ഇൻ്റലിജൻ്റായിട്ടാണ് മൂവ് ചെയ്യണത്. പുള്ളി എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അച്ഛൻ ഒന്നും പറയരുത്, പേര് പറയരുത്, സ്ഥലം പറയരുത്, ഒന്നും പറയരുത്, ഞാൻ നീ എന്നൊക്കെ പറയാവൂ. അത്രയേ ഉള്ളൂ പ്രശ്നം. കാര്യം അത്രയും സീരിയസ് ആണ് വിഷയം. കള്ളക്കേസാണ്, പക്ഷേ നമ്മൾ തെളിയിക്കണം കോടതി തെളിയിക്കണമെമ്പോൾ അകത്തായിപ്പോയത് തന്നെ. അതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പ്രത്യേകത. അതാണ് മുൻകൂർ ജാമ്യമില്ല. കള്ളക്കേസാണ്, പക്ഷേ അത് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോടതി വരണം. കോടതി വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഉണ്ട തിന്നത് തന്നെ പ്രശ്നം. കോടതി വെക്കേഷൻ ആകുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ചകത്തിടാൻ ഉദ്ദേശിക്കുന്ന ഒരു ശത്രുക്കൾ കൃത്യമായ കാര്യം നീക്കത്തുള്ളൂ. പിന്നീടല്ല ഇവരെ അകത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ കോടതി ലീവായിരിക്കും. പിന്നെ 2 മാസം കഴിയേണ്ടി വരും. അതിനുള്ളിൽ എല്ലാ തെളിവുകളും ആർക്ക് അനുകൂലമാക്കി അവരെടുക്കും. ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെ ഒരവസ്ഥ വന്നപ്പോൾ എനിക്കും എന്ത് ചെയ്യാൻ പറ്റും? എനിക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്ത് ഉപദേശം കൊടുക്കും? എനിക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റണില്ല, പേര് പോലും വിളിക്കാൻ പറ്റണില്ല. പിന്നെ എന്തു ചെയ്യും? ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നമ്മൾക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അതിപ്പോൾ ഒരു ഭയങ്കര ഈ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും ശക്തിയും ഏറ്റവും ബലഹീനതയും പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള അറിവുകേടാണ് സംഭവം. നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്താണ്? പരിശുദ്ധാത്മാവ്. കാരണം ജന്മനാ തന്നെ ജനിക്കുമ്പോൾ തന്നെ ജ്ഞാനസ്ഥാനത്തിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതാണ്. നമ്മളൊക്കെ പിന്നെ സ്ഥൈര്യലേപനത്തിലൂടെയൊക്കെ അത് സ്ഥിരപ്പെടുത്തിയെടുക്കുന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ ഓൾറെഡി ബാപ്റ്റിസത്തിൽ കിട്ടും. പിന്നെ നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് അല്ല പക്ഷേ പിന്നീട് നമ്മൾ വളർന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് നമ്മളത് ഊതി. ഇപ്പോൾ തിമോത്തി 1 തിമോത്തി 6 പറയത്തില്ലേ, ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ് എന്ന് പറയും. എൻ്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം ഊതി കത്തിക്കാൻ. അപ്പം അതാ നല്ല രസമുള്ള വാക്കാണ് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത്, ടു ഫാൻ ഇൻ ടു ഫ്ലെയിംസ്. എന്നുവെച്ചാൽ ഊതി കത്തിക്കുകയാണ്. അതായത് നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറുമില്ല. പരിശുദ്ധാത്മാവിന് വരുന്ന നമ്മളുടെ ജീവിതത്തിൽ വരുന്നൊരു വിഷയം അതാണ്. നമ്മൾ ഊതാറുമില്ല, കത്തിക്കാറുമില്ല. നാട്ടുകാരെ മൊത്തം നമ്മൾ ഊതും, പക്ഷെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ഊതാറില്ല. അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ എഴുതിയിട്ടുണ്ട്, സദാ പ്രാർത്ഥനയും നിരന്തരം. പരിശുദ്ധാത്മാവിന് നമുക്ക് ലീവ് കൊടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ലീവ് കൊടുത്ത്. ഇപ്പം നമ്മൾ ഇപ്പോൾ 21:36 പറഞ്ഞില്ലേ, 21:36 എന്താ പറഞ്ഞത്?
സംഭവിക്കാൻ പോകുന്നതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ഹാജരാകാൻ സദാ പ്രാർത്ഥനാനിരതരും. അവിടെ ഒരു വിഷയം, സദായ്ക്കാണ് വാക്ക്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നല്ല പറയണത്, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ നമ്മൾക്ക് വേണ്ടത്രയും വോൾട്ടേജ് സിംഗിൾ ഫേസിലാണ് പോണത്. നമ്മളുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ഇത് സിംഗിൾ ഫേസിലാണ് വർക്ക് ചെയ്യണത്. സിംഗിൾ ഫേസ് വർക്ക് ചെയ്താൽ അതിൻ്റെ ബൾബൊക്കെ തെളിയിക്കാൻ പറ്റും, ഇതുപോലെ ഫാനൊക്കെ കറക്കാൻ പറ്റും. പക്ഷേ ഒരു മോട്ടർ, ഒരു അരിയോ ഗോതമ്പൊക്കെ പൊടിപ്പിക്കണമെങ്കിൽ അത് വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ ഒരു മോട്ടർ 3 ഫേസിൻ്റെ മോട്ടർ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരല്ലെന്നല്ല, നമുക്കൊക്കെ കുടുംബ പ്രാർത്ഥന ഉണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും ഉണ്ട്. ഓരോ വീടുകളിലൊക്കെ ചെന്ന് 1 കിലോ 2 കിലോ ഒക്കെ പുസ്തകം തന്നെ പ്രാർത്ഥനാ പുസ്തകമുണ്ട്. പക്ഷേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സദാ പ്രാർത്ഥന, അപ്പം നിങ്ങൾ ഓർക്കും ഇതുപോലെ എപ്പോഴും പള്ളി വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അല്ലല്ല. സദാ പ്രാർത്ഥന മീൻസ് പ്രെയർ കോൺഷ്യസ് ആണ്. നമ്മൾക്ക് എപ്പോഴും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത, ഇത് നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കേണ്ടതാണ്. കർത്താവേ, നിന്നെക്കുറിച്ചുള്ള ഒരു ചിന്ത എപ്പോഴും എൻ്റെ മനസ്സിൽ തരണേ. അങ്ങനെ നിന്നെക്കുറിച്ചുള്ള ചിന്ത തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പരിശുദ്ധാത്മാവിനെ നിലനിർത്തി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ പിന്നീട് ഈ പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്ന് വരും. ഓരോരോ സമയത്ത് വേണ്ട പ്രാർത്ഥനകളുണ്ട്. ഇപ്പം നിങ്ങൾ പറയും, ഇപ്പം നമ്മൾ പ്രാർത്ഥന പ്രസനത്തിൻ്റെ പ്രാർത്ഥനാ പുസ്തകത്തിലുണ്ട്, എന്താണ്, ഇപ്പോൾ ഔസേപ്പിതാവിൻ്റെ കാലമാണിത്. ഇപ്പം നമ്മൾ പറയും ഔസേപ്പിതാവ് നല്ല മരണത്തിൻ്റെ പുണ്യാളനാണെന്ന് പറയും. അപ്പം നല്ല മരണത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയുണ്ട് അല്ലേ? നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഗർഭിണികൾ ആശുപത്രി ടെസ്റ്റിന് പോകുന്ന സമയത്തുള്ള പ്രാർത്ഥനയുണ്ട്. അബോർട്ടാകാതിരിക്കാനും ഡോക്ടറിനെ സമർപ്പിച്ചുള്ള പ്രാർത്ഥനയുണ്ട്. ഞാൻ തന്നെ ഒരു 10-20 കൊല്ലത്തിനും ഇത്തരം പ്രാർത്ഥന കുറേ എഴുതിയിട്ടുണ്ട്. കാര്യം എനിക്ക് ജനത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളൊക്കെ അറിയാവുന്ന കാരണം അവസ്ഥകളെല്ലാം വെച്ച് ഞാൻ പ്രാർത്ഥന എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൃപാസന പുസ്തകത്തിലുണ്ട് ആ പ്രാർത്ഥനകളെല്ലാം. ജോലിയും ജപിക്കുന്ന മുമ്പ്, യാത്രയ്ക്ക് പോകുന്ന മുമ്പ്, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എന്തെല്ലാം വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. പരീക്ഷയ്ക്ക് പോകാൻ നേരത്തുള്ള പ്രാർത്ഥന, എല്ലാത്തിനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റണ പ്രാർത്ഥന ഒരു പുസ്തകത്തിലും കാണത്തില്ല. നമ്മൾ ചെന്ന് പെടുന്ന ജീവിത സാഹചര്യത്തിന് പറ്റുന്ന പ്രാർത്ഥന ഒരു പുസ്തകത്തിലും ചിലപ്പോൾ കാണത്തില്ല. കാര്യം അങ്ങനെയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഞാനിപ്പോൾ ഈ മനുഷ്യനോട് ഞാൻ, കർത്താവ്, ഈ 14-ാം നിലയിൽ സിം ഒടിക്കാൻ പോകുന്ന മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കാരണം നാളെ അകത്ത് പോവുകയാണ്. ഒന്നെങ്കിൽ പോലീസ് മുകളിലോട്ട് കയറി വരും, അല്ലെങ്കിൽ അയാൾക്ക് താഴെ ഇറങ്ങേണ്ടി വരേണ്ടി വരും. എന്നാലും അകത്താവും. ഈ മനുഷ്യന് വേണ്ടി എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? അതോടെ പ്രാർത്ഥനയില്ല. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഇതിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഇതാണ് വിഷയം. പരിശുദ്ധാത്മാവിൻ്റെ കയ്യിൽ ഈ മനുഷ്യന് വേണ്ടിയുള്ള സ്യൂട്ടബിൾ പ്രെയർ ഉണ്ട്. ഇതുകൊണ്ടാണ് ഈ പൗലോസ് പറയുവേ, അതായത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല. ശ്രദ്ധിച്ച മക്കളെ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ, പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ ഈശോ, പ്രാർത്ഥന വരമെന്നിൽ നൽകണമേ ഈശോ, നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ, നിന്തിരുരക്തത്താൽ കഴുകണമേ ഈശോ, നിന്തിരുഹിതമെന്നിൽ നിറവേറ്റണമേ ഈശോ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം അച്ഛൻ പറയുന്ന മക്കൾക്ക് മനസ്സിലായോ? അതായത് എല്ലാത്തിനും A to Z നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ പുസ്തകത്തിൽ പ്രാർത്ഥനയുണ്ട്.
പക്ഷെ നമ്മൾ സ്ട്രേഞ്ച് ജീവിതാനുഭവങ്ങളിലൂടെയാണ് പോകണമെങ്കിൽ അതിനെ പറ്റിയ പ്രാർത്ഥന ഈ പുസ്തകത്തിൽ ചിലപ്പോൾ കാണത്തില്ല. ഇപ്പം അതുപോലെയാണ് ഈ മനുഷ്യൻ ചെന്ന് പെട്ടിരിക്കുന്നത്. എന്താണ്? 14ാം നിലയിൽ താഴെ ഇറങ്ങിയ പോലീസ് വരും, അല്ലെങ്കിൽ മുകളിലോട്ട് പിടിക്കും. അകത്ത് പോയാൽ ജാമ്യവും ഇല്ല. എങ്ങനെ പ്രാർത്ഥിക്കും? നമ്മളകത്ത് പോയി അങ്ങനെയൊക്കെ ഒത്തിരി കാശ് ഗവൺമെൻറ്റിൽ നിന്നും ഈ ധാന്യമൊക്കെ സപ്ലൈ ചെയ്യണ വ്യവസായിയാണ്. അങ്ങനെയൊക്കെ അത് കിട്ടാൻ ഉണ്ട്. പക്ഷേ അകത്ത് പോയാൽ പിന്നെ കിട്ടത്തില്ല, ഈ പൈസ എല്ലാം പോകും. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് പ്രതീക്ഷ വെക്കാൻ ഒന്നുമില്ലാത്തൊരവസ്ഥ. ഈ സമയത്ത് നമ്മൾ എന്ത് പ്രാർത്ഥിക്കും? ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പൗലോസിന് ഈ വിഷയം ഉണ്ടായിരുന്നു. കാര്യം എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ സഭയിലുള്ള പ്രശ്നങ്ങൾ 14 സഭകൾ അങ്ങനെ സ്ഥാപിച്ചു. ആ സഭയിലെല്ലാം പ്രശ്നമുണ്ടായി. കൊറോന്തോസ് സഭയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ പല ആൾക്കാരും വ്യാജ ഉപദേശങ്ങൾ ആ സഭയിൽ തന്നെ വന്ന് പറയും. നമ്മളിതുപോലെ ഇപ്പോഴത്തെ പോലെ ഫോൺ വിളിച്ച് സംസാരിക്കാനോ വണ്ടിയെടുത്ത് ചെല്ലാനോ പറ്റാത്ത അവസ്ഥയാണ്. കപ്പൽ കയറിപ്പോകണം. കപ്പലിൻ്റെ സ്വഭാവമാണെങ്കിൽ കാറ്റനുസരിച്ചാണ്. ഒരു ദിവസം അങ്ങോട്ട് നമ്മൾ 2 കിലോമീറ്റർ പോയാൽ രണ്ടാമത്തെ ദിവസം കാറ്റ് തിരിഞ്ഞ് വീശുമ്പോൾ 3 കിലോമീറ്റർ പുറകോട്ട് വരും. ഇങ്ങനെ മുമ്പോട്ടും പുറകോട്ടും പോയാണ് നമ്മൾ അവിടെ എത്തണത്. ഏത് കാലത്ത് എങ്ങനെ അവസാനിക്കും? സംഘർഷം കൊണ്ട് സംഘർഷം. എന്ത് പ്രാർത്ഥിക്കണം? ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പ്രാർത്ഥിക്കണമെന്ന് പൗലോസിന് പിടിയുമില്ല. അപ്പം നമ്മൾക്ക് മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. ഈ ഓരോ ജീവിതത്തിൻ്റെ സ്ട്രേഞ്ച് വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ പിടികിട്ടാത്ത ഈ നേരത്തെ നമ്മൾ അനുഭവിക്കാത്ത വിഷയങ്ങൾ, അത് നല്ലതും വരും മോശവും വരും. അതല്ലേ മോസസിനോട് പറയണത്? ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ ഞാൻ നിങ്ങളെ നടത്തും. ഇന്നലെ വരെ നിങ്ങൾ നടക്കാത്ത വഴികളിലൂടെ. അപ്പോൾ സ്ട്രേഞ്ചായിട്ടുള്ള അപരിചിതമായിട്ടുള്ള വഴികൾ, ഈ അപരിചിതമായിട്ടുള്ള അവസ്ഥകളിൽ നമ്മൾക്ക് പരിചിതമില്ലാത്ത പ്രാർത്ഥന. പൗലോസ് പറയും, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം ആ മനുഷ്യനെ. അങ്ങനെയുടെ അപ്പോസ്തല ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചതാണിത്. കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, വെളിപാടുകൾ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ അവനൊരിക്കലും മുള്ള തന്നിരിക്കുന്നു പറഞ്ഞാൽ ഓരോ അപ്പോസ്തലനാണ് പറയണത്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. എത്ര വെളിപാടുണ്ടെങ്കിലും ചില സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊരു പിടിയില്ലെന്ന്. തലയുടെ കിളി പോയെന്ന് പറയത്തില്ല, അതുപോലുള്ള അവസ്ഥ വരികയാണ്. ഇങ്ങനെ വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ റോമ 8:26 നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. അപ്പം ആത്മാവിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്താണ്? നമ്മുടെ ബലഹീനതയും നമ്മളെ സഹായിക്കുന്നതാണ്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നമുക്ക് അറിഞ്ഞുകൂടാ എന്താ പറയണത്? നിസ്സാരമല്ല. ഒരു അപ്പോസ്തലനാണിത് പറയണത്. അങ്ങയുടെ സഭയിൽ അങ്ങേ യേശു ക്രിസ്മസ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരാളാണ്.
അങ്ങേരുടെ നിസ്സഹായ അവസ്ഥ പറയും. നമുക്ക് അറിഞ്ഞുകൂടാ എന്ന്. നമുക്ക് പ്രാർത്ഥിക്കാൻ, ചില സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ ഒരു 4ാം ക്ലാസ്സിൽ കൊച്ചാ പറയണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. ഓ സാരമില്ല, കൊച്ചിന് അറിയാത്തവരാണ്. ഇതാരാ പറയണത്? ഒരു അപ്പോസ്തലനാണ് പറയണത്. എല്ലാം അറിയാവുന്ന മനുഷ്യൻ എന്ന് നമ്മൾ പറയും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയും, ഇടയ്ക്ക് പറയും അറിയാം, പക്ഷേ അറിയാം എന്ന് വിചാരിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അതിലൊന്നാണ് പ്രാർത്ഥനയ്ക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയണത്. പൗലോസ് അപ്പോസ്തലൻ ഇടയ്ക്ക് പറയവേ, അറിയാം എന്ന് എല്ലാവരും പറയും, അറിയാമെന്ന് പറയുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല എന്ന്. അറിയേണ്ടത് എന്താണ്? വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെന്നാണ്. അപ്പം അറിയേണ്ട ഒരു കാര്യമാണ് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴാണ്? നമ്മുടെ ബലഹീനതയിൽ. അതാ 1 കൊറിന്ത്യൻസ് 5:2. അറിയാമെന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. അപ്പം നമ്മൾക്ക് അത് ഏറ്റുപറച്ചിലാണ്, അപ്പോസ്തലൻ്റെ ഏറ്റുപറച്ചിലാണ് ശരിക്കും എന്ന് പറയുമ്പോൾ. ഇത് കേൾക്കുമ്പോൾ നമ്മളെ സാധാരണക്കാരായ നമ്മുടെ ചിന്തിക്കും, കർത്താവേ അപ്പോസ്തലന്മാർ വരെ ഇങ്ങനെ പറയണം പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെന്ന്. പിന്നെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമ്മൾ ജാഗരൂകതയായിരിക്കണം. ഇപ്പം ജാഗരൂകത എന്ന് പറയണത്, ഇപ്പം നമ്മൾ 21:36 എന്താ പറയണത്? സംഭവിക്കാൻ പോകുന്നതെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി സദാ പ്രാർത്ഥനാ നിരതരും ജാഗരൂകരുമായിരിക്കാൻ. പക്ഷേ ജാഗരൂകത എന്തിനെക്കുറിച്ചാണ് വേണ്ടത്? ഒന്നാമത് ജാഗരൂകത നമ്മൾക്ക് അറിയേണ്ട കാര്യങ്ങൾ അറിയാൻ കഴിയുന്നില്ല എന്നുള്ള നിസ്സഹായതയെക്കുറിച്ചാണ്. പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ലാത്ത അവസ്ഥയെക്കുറിച്ചാണ് ആദ്യത്തെ ജാഗരൂകത വേണ്ടത്. സ്തുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം കർത്താവേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, മഹത്വം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നി, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. സ്തുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലവനായ യേശുവേ, നിന്റെ ഉന്നതമായ സ്തുതികട മക്കളെ, കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കർത്താവേ, മർക്കോസിന്റെ 16:7 പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിങ്ങൾ സർപ്പങ്ങളെ കയ്യിലെടുക്കും. കർത്താവ്, ശത്രുതയുള്ള മനുഷ്യരുണ്ട് കർത്താവേ. ആ ശത്രുതയുള്ള മനുഷ്യർ കാണിക്കുന്ന കള്ള കേസുകൾ, കുടില തന്ത്രങ്ങൾ, അവരുടെ എല്ലാ ചതിക്കുഴികൾ, അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കർത്താവേ, ശത്രു എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, ഏതെല്ലാം തിരുത്തി പാര വെക്കാൻ പോകുന്നു, ഏതെല്ലാം വിശുദ്ധ കേസ് കൊടുക്കാൻ പോകുന്നു, ഏതെല്ലാം വിശുദ്ധ കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നു, ഒന്നും അറിയാൻ പാടില്ല കർത്താവേ. അതുകൊണ്ട് തന്നെയാണ് വചനം പറയണത്, നിങ്ങൾ ശത്രുക്കളുടെ മേൽ കൈകൾ വെക്കും കർത്താവേ. നിങ്ങളെ കർത്താവേ, മാരകമായി എന്ത് കഴിച്ചാലും നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാകത്തില്ല, നിങ്ങൾ സർപ്പങ്ങളെ പിടിക്കുമെന്ന് പറഞ്ഞു കർത്താവേ. ഇതുപോലെ മാരകമായ വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, അതെല്ലാം കയ്യിൽ കയറാതെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, സർപ്പങ്ങളെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ, ശത്രുവിനെ കൈകാര്യം ചെയ്യേണ്ട സമയങ്ങൾ അപ്പൊക്കെ വരുമ്പോഴും കർത്താവേ, അതെല്ലാം കള്ളക്കേസുകൾ കൊണ്ടും പലതരത്തിലുള്ള തകർച്ചകൾ കൊണ്ടും പലതരത്തിലുള്ള ചതിപ്രയോഗങ്ങൾ കൊണ്ട് കർത്താവേ,
ക്ഷുദ്രദോഷം കർത്താവേ, മക്കളെ അങ്ങയുടെ മക്കളെ കർത്താവേ വേദനിപ്പിക്കുമ്പോൾ കർത്താവേ അതിനെല്ലാം അതിൻ്റെ ദംശനം ഏക്കാതെ കർത്താവേ ഒന്നും നിങ്ങളെ ഉദ്ധരിപ്പിക്കത്തില്ല നല്ല ചെയ്ത 16 മർക്കോസ് 16:17 പ്രാർത്ഥിക്കുന്ന കർത്താവേ അതുപോലെയുള്ള അഭിഷേകം ശത്രുക്കളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും സത്താൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നുമുള്ള കർത്താവേ അതിന് ഭവിക്കാൻ പറ്റാതെ പ്രതിരോധിക്കുന്ന ദൈവികമായ അനുഗ്രഹത്താൽ മക്കളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീക്കാറ്റായി വീശണമേ. പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 10:19 ഇതേ വചനം തന്നെയാണ്. ഇതാ ശത്രുക്കളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നുവെന്ന്. അഭിഷേകത്തിന് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് അധികാരമെന്നാണ്. നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ദൈവം തന്നെ ഒരു അധികാരം കൊടുക്കും. എന്തിൻ്റെ മേലാണ്? ശത്രുക്കളുടെ മേൽ അധികാരം. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം. ഈ അധികാരം കിട്ടുന്നതിന് വേണ്ടി ഹൃദയത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ട് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ നിൻ്റെ ഉന്നതമായ നാമത്തിന് ശ്രദ്ധിക്കട്ടെ മക്കളെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. കർത്താവേ കർത്താവ് ലൂക്കാ 10:19 പ്രാർത്ഥിക്കുന്നു. സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്ന ചെയ്ത ആ അധികാരം കർത്താവ് ഇപ്പോഴും അങ്ങനെ നാമത്തിന് വചനാനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവ് ഈ അധികാരം കൊടുക്കണമെന്ന് കർത്താവ്. ശത്രുവിനെ കുറിച്ചുള്ള ഉത്കണ്ഠകള്, ആശങ്കകള്, പേടികള്, അത് കടങ്ങളെ കുറിച്ചാകാം, രോഗങ്ങളെ കുറിച്ചാകാം, വ്യക്തികളുടെ വിദ്വേഷത്തെ കുറിച്ചാകാം, എന്തിനെ കുറിച്ചാകാം കർത്താവ് വരുന്ന ആശങ്കകളെല്ലാം അതിജീവിക്കാനുള്ള ആന്തരികമായ അഭിഷേകത്തിന്റെ അധികാരത്താൽ അങ്ങനെ മക്കളെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാൻ ശക്തിയും ബലവും യേശുവിന്. സമാപനാശീർവാദം സ്വീകരിക്കാം. മുട്ടയുന്നുകൊണ്ട് സമാപനാശീർവാദം സ്വീകരിക്കാം. ഈ സമയത്ത് അങ്ങയുടെ മക്കള് ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോഴേ കർത്താവിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മൗനമായിട്ട് ആശീർവാദ സമയത്ത് ഏതെങ്കിലും വിഷയങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ആശീർവാദത്തിൻ്റെ സമയത്ത് യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും